ഹായ് ഓൾ, വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. നമ്മുടെ എഡ്ഫിൽ ലേണിങ്ങിൽ നമ്മൾ ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനഃശാസ്ത്രം അല്ലേ. അപ്പം നമുക്ക് മെയിനായിട്ട് കേട്ടറ്റുകാരായാലും LP UPക്കാരായാലും എന്താണ് മെയിനായിട്ട് വരുന്നൊരു ഭാഗമാണ് നമ്മുടെ ചൈൽഡ് സൈക്കോളജി അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ സൈക്കോളജി. സോ നമുക്ക് സൈക്കോളജിയെ കുറിച്ചിട്ട് ഡീപ്പായിട്ട് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിരുന്നാലും നമ്മൾക്ക് ചോദിച്ചു വരുന്ന ചില ഭാഗങ്ങളുണ്ട് അല്ലേ. സൈക്കോളജിയുടെ ഒറിജിൻ എവിടെ നിന്നാണ്, എങ്ങനെയാണ് ഉണ്ടായത്, ഇതിൽ നമ്മൾ ആസ് എ ടീച്ചർ നമ്മൾ ഉപയോഗിക്കേണ്ട പഠന രീതികൾ എന്തൊക്കെയാണ്, പഠന തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മെയിനായിട്ടുള്ളൊരു ഭാഗം. ഓക്കെ, അതാണ് നമ്മൾ ഇന്ന് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടാൻ പോകുന്നത്. സോ ആദ്യം തന്നെ മനഃശാസ്ത്രം എന്നാൽ എന്ത്, വാട്ട് ഈസ് സൈക്കോളജി? നിങ്ങൾക്ക് എന്താണ് മനഃശാസ്ത്രത്തെ കുറിച്ചിട്ട് അറിയാം? സോ നമുക്കറിയാം, മനഃശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ വാസ്റ്റായിട്ട് കിടക്കുന്ന ഒരു ടോപ്പിക്കാണ് അല്ലേ. അതിലൊരു കുഞ്ഞു ടോപ്പിക്ക് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്, നമ്മുടെ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം. സോ ചൈൽഡ് സൈക്കോളജിയും എഡ്യൂക്കേഷണൽ സൈക്കോളജിയും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അത് നമുക്ക് തുടർ ക്ലാസ്സുകളിൽ നമ്മുടെ ആപ്പുകളിൽ ഡീപ്പായിട്ട് നിങ്ങൾക്ക് ക്ലാസ് കിട്ടുന്നതാണ്. സോ നമുക്ക് എന്താണ് സൈക്കോളജി എന്ന്, നമുക്ക് എന്തെല്ലാമാണ് വേണ്ടത്, ആവശ്യമായിട്ടുള്ളത് എന്നുള്ളത് ചെറുതായിട്ടൊന്ന് നോക്കാം. സോ ആദ്യം തന്നെ എവിടുന്നാണ് ഈ സൈക്കോളജി എന്നുള്ള വാക്ക് വന്നത് അല്ലേ. സൈക്ക്, ലോഗോസ് എന്ന ഈ പദങ്ങൾ വന്നിട്ടുള്ളത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. ഓക്കെ, ലാറ്റിൻ ഭാഷയിലെ സൈക്ക്, ലോഗോസ്, അതിൽ സൈക്കോളജി എന്നുള്ള പദം വന്നിട്ടുള്ളത് സൈക്ക്, ലോഗോസ് എന്നീ രണ്ട് പദങ്ങളിൽ നിന്നാണ്. അതിലെന്താണ്, സൈക്ക് എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ആത്മാവ്. ഓക്കെ, സൈക്കോളജിയിലെ സൈക്ക് എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ആത്മാവ്. അതുപോലെ ലോഗോസ് മീൻസ് ശാസ്ത്രം അല്ലെങ്കിൽ പഠനം. നമ്മൾ കുറേ ലോഗോസ് കാണുന്നതാണ് അല്ലേ, കാർഡിയോളജി, ഇത്തരത്തിൽ കുറേ ലോഗോകൾ കാണുന്നു. അപ്പോൾ അതുപോലെ ആത്മാവിൻ്റെ ശാസ്ത്രം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മുടെ സൈക്കോളജി എന്നുള്ള പേര് വന്നിട്ടുള്ളത്. സോ ലാറ്റിൻ ഒറിജിനാണ്. അതുപോലെ തന്നെ സൈക്ക്, ലോഗോസ്, ആത്മാവ് പഠനം അല്ലെങ്കിൽ ആത്മാവ് ശാസ്ത്രം എന്നീ രണ്ട് അർത്ഥം വരുന്ന വാക്കുകളിൽ നിന്നാണ് സൈക്കോളജി എന്നുള്ള ആ ഒരു വാക്ക് അല്ലെങ്കിൽ ആ ഒരു പദം വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ ആദ്യകാലത്ത് ആത്മാവിൻ്റെ ശാസ്ത്രം അല്ലെങ്കിൽ ആത്മാവിൻ്റെ പഠനം എന്നൊക്കെയായിരുന്നു സൈക്കോളജിയെ അറിയപ്പെട്ടിരുന്നത്. ഇനി നമുക്ക് അതൊന്ന് ഡീപ്പായിട്ട് നോക്കാം. ചോദിച്ചിട്ട് കണ്ടിട്ടുള്ള ഭാഗം തന്നെയാണ് സൈക്കോളജിയുടെ ഡെഫിനിഷൻ കാര്യങ്ങൾ എന്ന് വരുന്നത്. സോ ആദ്യമായിട്ട് ആസ് എ സയൻസ് ഓഫ് സോൾ, അതായത് നമ്മുടെ ആത്മാവിൻ്റെ ശാസ്ത്രമാണ് സൈക്കോളജി എന്ന ഒരു മാനദണ്ഡം അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ, ഒരു നിർവചനം സൈക്കോളജിക്ക് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മളുടെ ആദ്യത്തെ ആൾക്കാർ ആരൊക്കെയായിരുന്നു? അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ മുതലായ തത്വചിന്തകരാണ് ആത്മാവിൻ്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞു. ഓക്കെ, സോ അതെന്താണ്, തൃപ്തികരമല്ല അല്ലെ. ആത്മാവ് എന്ന് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയുമോ? ഇല്ല, തൃപ്തികരമായിട്ടുള്ളൊരു നിർവചനമല്ല. അപ്പം അതിന് ശേഷം വന്നിട്ടുള്ള ഒരു ഡെഫിനിഷനായിരുന്നു ബോധമനസ്സിൻ്റെ ശാസ്ത്രമാണ്. അതായത് അന്നത്തെ ജീവിച്ചിരുന്ന ആളുകൾക്കൊക്കെ അറിയാം മനസ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം ഉണ്ട്, പക്ഷെ അത് ഏതാണെന്നൊന്നും അറിയില്ല. അപ്പം നമ്മൾ പുറത്തേക്ക് കാണിക്കും നമ്മുടെ ബോധമനസ്സ്. ഞാനിപ്പോൾ എൻ്റെ ബോധമനസ്സിലാണല്ലോ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ബോധമനസ്സിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് അല്ലെങ്കിൽ നമ്മുടെ ബോധമനസ്സിനെ കുറിച്ചിട്ടുള്ള ശാസ്ത്രമാണ് സൈക്കോളജി ആസ് എ സയൻസ് ഓഫ് കോൺഷ്യസ്നെസ്. ഓക്കെ, എന്ന ഒരു രണ്ടാമത്തെ നിർവചനവും വന്നു. അതിനുശേഷം മൂന്നാമത്തെ നിർവചനം, അപ്പോൾ ബോധമനസ്സാണെന്ന് പറഞ്ഞു. അപ്പോൾ ബോധമനസ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, പുറമേ കാണിക്കുന്ന ബോധമനസ്സാണ്. പക്ഷേ മനസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മനസ്സ് മാത്രമല്ലല്ലോ ഉള്ളത്. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മളുടെ മനസ്സ് എന്താ ചെയ്യുന്നത്, നമ്മുടെ ഉള്ളിലൊരു മനസ്സില്ലേ, നമ്മൾ എന്താ പറയുക, ആ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരു മനസ്സിൻ്റെ ഒരു ഭാഗമൊക്കെ അല്ലേ. അങ്ങനെ മനസ്സിനെ മൊത്തമായിട്ട് പഠിക്കുന്ന ശാസ്ത്രമാണ് സൈക്കോളജി, അതായത് ആസ് എ സയൻസ് ഓഫ് മൈൻഡ്. ഓക്കെ, മനസ്സിനെ മൊത്തമായിട്ട് പഠിക്കുന്ന ഒരു ശാസ്ത്രമാണ് സൈക്കോളജി എന്നുള്ള മൂന്നാമത്തെ അഭിപ്രായവും വന്നു. അങ്ങനെ ഇരിക്കെ ഇപ്പം മോഡേൺ ആയിട്ട്
കുറച്ച് കാലമൊക്കെ കഴിഞ്ഞപ്പം കുറേ കാര്യങ്ങളൊക്കെ കണ്ടെത്തിയതിന് ശേഷം നമ്മുടെ ബിഹേവിയറിസ്റ്റുകൾ വന്നു, അല്ലെങ്കിൽ നമ്മുടെ വ്യവഹാരവാദികൾ വന്നു. അപ്പോൾ അവർ പറഞ്ഞതാണ് എന്ത്? വ്യവഹാര ശാസ്ത്രമാണ് സൈക്കോളജി. ഓക്കെ, ആസ് എ സയൻസ് ഓഫ് ബിഹേവിയർ. അപ്പോൾ വ്യവഹാര ശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? വ്യവഹാരം എന്ന് പറഞ്ഞാൽ ബിഹേവിയർ, നമ്മൾ പുറത്തോട്ട് കാണിക്കുന്ന സ്വഭാവങ്ങൾ. അപ്പോൾ ഇത്തരത്തിലൊരു സ്വഭാവം കാണിക്കുന്നെങ്കിൽ നമ്മളെ മൈൻഡിൽ കുറച്ച് ക്രിയകളൊക്കെ നടക്കണമല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ്, അതിനൊക്കെ കുറിച്ചിട്ടുള്ള പഠനമാണ് സൈക്കോളജി എന്നാണ് നമ്മുടെ വ്യവഹാര ശാസ്ത്രക്കാർ പറഞ്ഞത്. ഓക്കെ, സോ ആസ് എ സയൻസ് ഓഫ് ബിഹേവിയർ. അപ്പോൾ ആദ്യമായിട്ട് സൈക്കോളജിക്ക് നിർവചനം കൊടുത്തത് അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ മുതലായ ആദ്യകാലത്തുള്ള തത്വചിന്തകരാണ്. സോ അവർ പറഞ്ഞതാണ് ഇത് ആത്മാവിനെ കുറിച്ചിട്ടുള്ള പഠനമാണെന്ന് പറഞ്ഞു. അതിനുശേഷം വന്നവരെ പറഞ്ഞു അത് ബോധ മനസ്സിനെ കുറിച്ചിട്ടുള്ള പഠനമാണെന്ന് പറഞ്ഞു. മൂന്നാമത് വന്നവർ അത് മനസ്സിനെ കുറിച്ചിട്ടുള്ള പഠനമാണെന്ന് പറഞ്ഞു. ലാസ്റ്റ് അവസാനം വന്നവർ അത് വ്യവഹാര ശാസ്ത്രമാണ് എന്നും പറഞ്ഞു. ഓക്കെ, സോ നമുക്ക് മനഃശാസ്ത്രത്തെ പ്രധാനമായിട്ടും രണ്ടാക്കി തിരിക്കാം. നമ്മുടെ സൈക്കോളജിയെ പ്രധാനമായും രണ്ടായി തിരിക്കാം. ഒന്ന് വരുന്നതാണ് പ്യുവർ സൈക്കോളജി, ഓക്കെ, അല്ലെങ്കിൽ കേവല മനഃശാസ്ത്രം എന്ന് പറയും. രണ്ടാമത്തേത് വരുന്നതാണ് അപ്ലൈഡ് സൈക്കോളജി, അല്ലെങ്കിൽ പ്രയുക്ത മനഃശാസ്ത്രം എന്ന് പറയും. അപ്പം നമുക്കറിയാം മനഃശാസ്ത്രത്തിന് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കുറേ ശാഖകളുണ്ട്. അപ്പം അതുപോലെ നമ്മുടെ സൈക്കോളജിയെ കുറേ ശാഖകളുണ്ട്. അതിനെ മെയിനായിട്ട് നമുക്ക് രണ്ടാക്കിയിട്ട് തിരിക്കാം. സോ പേര് തന്നെയുണ്ട്. കേവല മനഃശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെയിനായിരിക്കും, അതിനെ അസോസിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ തിയറികളെ അപ്ലൈ ചെയ്തുകൊണ്ട് വരുന്നതായിരിക്കും അപ്ലൈഡ് സൈക്കോളജി. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ആദ്യത്തേത് കേവല മനഃശാസ്ത്രം. അപ്പോൾ കേവല മനഃശാസ്ത്രത്തിൽ വരുന്നതാണ് ജനറൽ സൈക്കോളജി, അതുപോലെ ചൈൽഡ് സൈക്കോളജി, നമ്മുടെ ശിശു മനഃശാസ്ത്രം, ദെൻ ഡെവലപ്മെൻറ്റ് സൈക്കോളജി, അബ്നോർമൽ സൈക്കോളജി, കാര്യങ്ങളൊക്കെ വരുന്നത് കേവല മനഃശാസ്ത്രത്തിലാണ്. അതുപോലെ പ്രയുക്ത മനഃശാസ്ത്രത്തിലാണ് നമ്മുടെ എഡ്യൂക്കേഷണൽ സൈക്കോളജി വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ആദ്യത്തെ കേവല മനഃശാസ്ത്രത്തിലെ ശിശു മനഃശാസ്ത്രം അല്ലെങ്കിൽ ചൈൽഡ് സൈക്കോളജി പറഞ്ഞല്ലോ. ചൈൽഡ് സൈക്കോളജിയിലുള്ള തിയറികളൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ എഡ്യൂക്കേഷണൽ സൈക്കോളജി പ്രവർത്തിക്കുന്നത്, അല്ലേ? നമ്മുടെ ചൈൽഡ് സൈക്കോളജിയിലുള്ള തിയറികൾ ബേസ് ചെയ്തിട്ടാണ്, അത് അപ്ലൈ ചെയ്തുകൊണ്ടാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് അത് അപ്ലൈഡ് സൈക്കോളജിയിൽ വന്നത്. ഓക്കെ, അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഏതാണ്? ക്ലിനിക്കൽ സൈക്കോളജി. നമ്മൾ കേവല മനഃശാസ്ത്രത്തിൽ പറഞ്ഞു അബ്നോർമൽ സൈക്കോളജി ഉണ്ട് എന്ന് പറഞ്ഞു. ഈ അബ്നോർമൽ സൈക്കോളജി അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ക്ലിനിക്കൽ സൈക്കോളജി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതാണ് അപ്ലൈഡ് സൈക്കോളജി. അപ്പം ഒരു PYQ ക്വസ്റ്റ്യൻ ആണ് കേട്ടച്ചിന് ആസ് വെൽ ആസ് നമ്മുടെ LP UP. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് എന്ത്? എഡ്യൂക്കേഷണൽ സൈക്കോളജി, വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഏത് മേഖല, അതായത് ഏത് തരംതിരിക്കലിലാണ് പെട്ടത് എന്നുള്ളതാണ്. അതായത് ആൻസർ ഇവിടെ തന്നെയുണ്ട്, പ്രയുക്ത മനഃശാസ്ത്രത്തിലാണ് നമ്മുടെ എഡ്യൂക്കേഷണൽ സൈക്കോളജി വരിക. അതുപോലെ തന്നെ വരുന്നതാണ് ഇൻഡസ്ട്രിയൽ സൈക്കോളജി, ക്രിമിനൽ സൈക്കോളജി, സോഷ്യൽ സൈക്കോളജി, പൊളിറ്റിക്കൽ സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി. ഇതെല്ലാം തന്നെ അപ്ലൈഡ് സൈക്കോളജിയിൽ വരുന്നതാണ്. അതായത് ഒരു മെയിൻ ആയിട്ടുള്ള തിയറി നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് അപ്ലൈഡ് സൈക്കോളജി. ആ മേഖലയാണ് നമ്മൾ അപ്ലൈഡ് സൈക്കോളജിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ അടുത്തത് നേരത്തെ പറഞ്ഞതാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം. ഇതാണ് മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഡാഷ് മനഃശാസ്ത്രമാണ്. കേവല മനഃശാസ്ത്രം, അപസാമാന്യം, പ്രയുക്തം ഇവയൊന്നുമല്ല. ഓക്കെ, ദിസ് ഇസ് പ്രയുക്ത കേട്ടോ, ഇത് പ്രയുക്തം എന്നാണ്. അപ്പം ഏതാണ്? അപ്ലൈഡ് സൈക്കോളജി. അപ്ലൈഡ് സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രയുക്ത മനഃശാസ്ത്രം. ഓക്കെ, പ്രയുക്ത മനഃശാസ്ത്രത്തിലാണ് നമ്മുടെ എഡ്യൂക്കേഷണൽ സൈക്കോളജി വരുന്നത്. അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് വിദ്യാഭ്യാസ മനഃശാസ്ത്രം, നമ്മുടെ മെയിൻ ടോപ്പിക് അല്ലേ, നമുക്ക് ക്വസ്റ്റ്യൻസ് ഡീപ്പായിട്ട് ചോദിക്കുന്ന ഭാഗം. നമുക്ക് വെറുതെ ക്ലിനിക്കൽ സൈക്കോളജി ഒക്കെ പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ആസ് എ ടീച്ചർ നമ്മൾ കുട്ടികളുടെ സൈക്കോളജി അറിയണം, നമ്മൾ പഠിപ്പിക്കുന്നതിൻ്റെ സൈക്കോളജി അറിയണം. സോ സ്വാഭാവികമായിട്ടും നമുക്ക് വരുന്നതാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം. അപ്പം അതിൽ നമുക്ക് നോക്കാനുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. ഒന്ന് പഠന രീതികൾ, മെത്തഡോളജി, നമ്മൾ എങ്ങനെ പഠിപ്പിക്കണം, അത് ബേസ് ചെയ്തിട്ട് കുറച്ച് മനഃശാസ്ത്രജ്ഞർ കൊണ്ടുവന്നിട്ടുള്ള തിയറീസ്, കാര്യങ്ങൾ, അതുപോലെ ഏതെല്ലാം രീതികളിൽ നമുക്ക് പഠിപ്പിക്കാം എന്നുള്ളതൊക്കെ വരുന്നതാണ് പഠന രീതികൾ. അടുത്തത് വരുന്നതാണ് ചിന്താധാരകൾ അല്ലെങ്കിൽ സ്കൂൾ ഓഫ് സൈക്കോളജി. നമ്മളുടെ സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം, പിന്നെന്താ ബിഹേവിയറലിസം, അങ്ങനത്തെയൊക്കെ ടോപ്പിക്ക് വരുന്നതാണ് ഫങ്ഷണലിസം,
ബിഹേവിയറലിസം അങ്ങനത്തെയുള്ള അതുപോലെ ഗസ്റ്റാൾട്ടിസം ഇതുപോലെ സൈക്കോളജി എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ എഡ്യൂക്കേഷൻ എങ്ങനെയായിരിക്കണം, വിദ്യാഭ്യാസം പഠിപ്പിക്കേണ്ടത് ബോധനം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് വന്നിട്ടുള്ള കുറച്ച് ചിന്താധാരകളുണ്ട്. അതൊക്കെയാണ് നമ്മുടെ ഈ ചിന്താധാരകൾ അല്ലെങ്കിൽ സ്കൂൾ ഓഫ് സൈക്കോളജിയിൽ വരിക. മൂന്നാമത്താണ് ഉപകരണങ്ങളും തന്ത്രങ്ങളും. നമ്മൾ ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ബ്ലാക്ക് ബോർഡ് ആകാം, എന്തും ആകാം. ഓക്കെ, അതും തന്ത്രങ്ങളും നമ്മൾ പ്രയോഗിക്കുന്ന പ്രൊജക്റ്റ് രീതി, പിന്നെ എന്താണ് സർവേ രീതി, ഇത്തരത്തിലുള്ള തന്ത്രങ്ങളെയൊക്കെ കുറിച്ചിട്ട് നമുക്ക് നോക്കാനുണ്ട്. അതുപോലെ മാപനവും മൂല്യനിർണ്ണയവും, നമ്മളുടെ അസസ്മെന്റ് അല്ലെ, നമ്മൾ കുട്ടികളെ വിലയിരുത്തുന്നത് വരെ നമ്മൾ സൈക്കോളജി ബേസ് ചെയ്തിട്ടാണ്. സോ അത്രയും ഡീപ്പാണ് നമ്മുടെ ഈ ഫസ്റ്റ് പോർഷൻ. സോ അതിൽ നമുക്ക് ഇന്ന് ആദ്യമായിട്ട് തന്നെ പഠന രീതികളെ കുറിച്ചിട്ട് പരിചയപ്പെടാം. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയുള്ളതൊക്കെ ആപ്പിൽ ലഭ്യമാണ് കേട്ടോ. നമ്മുടെ എഡിഫിലിൻ്റെ ആപ്പിൽ ഡീറ്റെയിൽഡ് ക്ലാസ്സുകളുണ്ട്. അപ്പം നമുക്ക് ഇന്ന് നോക്കാനുള്ളത് പഠന രീതികളാണ്. പഠന രീതികൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് നോക്കാം. ബാക്കിയുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളതെല്ലാം നമ്മുടെ ആപ്പിൽ ലഭ്യമാണ്. സോ ആദ്യത്തേത് പഠന രീതികൾ. പഠന രീതികളിൽ ഫസ്റ്റ് വണ്ണാണ് ആത്മപരിശോധനാ രീതി അല്ലെങ്കിൽ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്. സോ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്നിട്ടുള്ള ആളാണ് വില്യം വൂണ്ട്. മറന്നു പോകരുത്, വില്യം വൂണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആരാണ് ആത്മപരിശോധനാ രീതി കൊണ്ടുവന്നിട്ടുള്ളത്? അത് വില്യം വൂണ്ടാണ്. അദ്ദേഹം ബോധമണ്ഡലത്തിലെ അനുഭവങ്ങൾ പഠിക്കാൻ വേണ്ടി പ്രയോജനപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് ആത്മപരിശോധനാ രീതി. അതായത് നമ്മളുടെ ശരി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിലെ അപാകത, നമ്മളുടെ ഗുണം തെറ്റ് എല്ലാം നമ്മൾ തന്നെ മനസ്സിലാക്കിയിട്ട് വിലയിരുത്താം. അതാണ് ആത്മത്തെ പരിശോധിക്കുക, സ്വന്തത്തെ നമ്മൾ തന്നെ പരിശോധിച്ച് വിലയിരുത്തുക. ഇപ്പം പഠിക്കുന്ന കാര്യത്തിലായാലും ഞാൻ എത്രത്തോളം പഠിച്ചു, ഇനി എനിക്ക് എത്രത്തോളം പഠിക്കാനുണ്ട്, എനിക്ക് പഠിച്ച ഭാഗങ്ങളിൽ ഏതൊക്കെ മനസ്സിലായിട്ടില്ല, ഇത്തരത്തിൽ നമ്മൾ തന്നെ നമ്മളെ കുറിച്ചിട്ടൊരു അസസ്മെൻറ്റ് നടത്തുക, ഒരു ഇവാലുവേഷൻ നടത്തുക. അതാണ് ആത്മപരിശോധനാ രീതിയിൽ വരിക. അത് കൊണ്ടുവന്നിട്ടുള്ളത് വില്യം വൂണ്ടാണ്. ഓക്കെ, അതായത് സ്വയം ഉള്ളിലേക്ക് നോക്കുക അഥവാ ആത്മപരിശോധനയാണ് ഈ മെത്തേഡ് കൊണ്ട് ഉദ്ദേശം. ഇത് തീർത്തും വസ്തുനിഷ്ഠമാണ് അല്ലെങ്കിൽ സബ്ജക്റ്റീവാണ് അല്ലേ. നമ്മളുടെ സബ്ജക്റ്റീവ് മീൻസ് എന്താ? എന്നെ കുറിച്ചിട്ട് ഇപ്പോൾ എനിക്ക് കള്ളത്തരവും പറയാം, ഇപ്പോൾ മറ്റുള്ളവർക്ക് അറിയില്ല. അതായത് ഞാൻ തന്നെ വിചാരിക്കണം ആത്മപരിശോധനാ രീതി നടത്തണമെങ്കിൽ എന്നർത്ഥം. വേറൊരാൾക്ക് എൻ്റെ ആത്മപരിശോധനാ രീതി നടത്താൻ കഴിയുമോ? ഇല്ല. അതാണ് സബ്ജക്റ്റീവ്. നമുക്ക് ഒബ്സർവബിൾ അല്ല, നമുക്ക് കണ്ടിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. ഈ പോയിന്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കണം കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂല? ഒരാളുടെ ആത്മപരിശോധന ഇങ്ങനെ നോക്കിയിട്ട് കണ്ടെത്താൻ കഴിയുമോ? ഇല്ല. അയാൾ സ്വന്തമായിട്ട് തന്നെ അത് പരിശോധിക്കണം. ഓക്കെ, സോ വിവരങ്ങൾക്ക് വിശ്വസതയില്ല അല്ലേ. നമ്മൾ ചിലപ്പോൾ കള്ളത്തരം പറയാം, എല്ലാവരും സത്യം എപ്പോഴും പറഞ്ഞോണമെന്നില്ല. അതുകൊണ്ടാണ് വിശ്വസനീയമല്ല. മനഃശാസ്ത്ര പഠനത്തിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതി, ഒരു ചിലവും ഇല്ലല്ലോ. സ്വന്തമായിട്ടൊരു ആത്മപരിശോധന നടത്താൻ വല്ല ചിലവുണ്ടോ? ഇല്ല. സോ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയാണ്, പക്ഷേ വിശ്വസനീയ യോഗ്യമല്ല. ഓക്കെ, സോ രണ്ടാമത്തെ രീതിയാണ് നിരീക്ഷണ രീതി അല്ലെങ്കിൽ ഒബ്സർവേഷണൽ മെത്തേഡ്. പേര് തന്നെയുണ്ട്, ഒബ്സർവ് ചെയ്യുക, ഒരാളെ നിരീക്ഷിക്കുക. സോ വെളിയിലേക്ക് നോക്കൂ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിരീക്ഷണം മീൻസ് വെളിയിലേക്ക് നോക്കുക. ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെക്കുറിച്ച് മറ്റു വ്യക്തികൾ പരിശോധിക്കുന്നു. നേരത്തെ സബ്ജക്റ്റീവ് ചെയ്യുന്നു അല്ലേ, നമ്മളെ തന്നെയാണ് പരിശോധിക്കുന്നത്. ഇത് ഒരു വ്യക്തിയെ കുറിച്ചിട്ട് മറ്റുള്ളവർ പരിശോധിക്കുക. ഓക്കെ, ഒബ്ജക്റ്റീവാണ്. മനോവ്യാപാരം പഠിക്കാനുള്ള പരോക്ഷമായ മാർഗം, ഒരാളുടെ മനസ്സിൽ എന്താ നടക്കുന്നത് എന്നുള്ളത് പഠിക്കാനുള്ള പരോക്ഷമായിട്ടുള്ള മാർഗമാണ് നമ്മുടെ ഒബ്സർവേഷണൽ മെത്തേഡ്. ദെൻ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ, നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്നീ രണ്ട് രീതികളുണ്ട്. അതായത് പാർട്ടിസിപ്പൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കുന്ന ആളുണ്ടല്ലോ, അയാളും എന്താണ്, അയാൾ അറിയുന്നുണ്ടാകും ഞാൻ ഒരാളുമായിട്ട് അല്ലെങ്കിൽ ഒരാളെന്നെ നിരീക്ഷിക്കുന്നുണ്ട് അറിയുന്നുണ്ടാവും. നോൺ പാർട്ടിസിപ്പൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ അറിയുന്നില്ല, ഒരാളെ നമ്മൾ അയാൾ അറിയാണ്ട് വീക്ഷിക്കുക. ഓക്കെ, അതുപോലെ ചെലവ് കുറഞ്ഞ രീതിയാണ് അന്തർനിരീക്ഷണത്തേക്കാൾ വിശ്വസ്തതയുണ്ട്. നമ്മളുടെ ആത്മപരിശോധനാ രീതിയേക്കാൾ വിശ്വാസയോഗ്യമാണ് നമ്മുടെ നിരീക്ഷണ രീതി അല്ലെ. മറ്റതിൽ കള്ളത്തരം പറയാം, പക്ഷെ ഒരാൾ പ്രവർത്തിക്കുമ്പം അത് വേറൊരാൾ നിരീക്ഷിച്ചിട്ടാകുമ്പം അതിനുള്ള ചാൻസ് കുറവാണ്. ഓക്കെ,
സോ അടുത്തത് വരുന്നതാണ് പരീക്ഷണ രീതി. അപ്പം നേരത്തെ ആത്മനിഷ്ഠ രീതിയാണെങ്കിലും ഒബ്സർവേഷണൽ അല്ലെങ്കിൽ നിരീക്ഷണ രീതിയാണെങ്കിലും ചെലവ് കുറഞ്ഞതായിരുന്നു. പക്ഷേ പരീക്ഷണ രീതി, എക്സ്പെരിമെൻ്റൽ മെത്തേഡ്, അപ്പം എന്തുണ്ടാകും? അവിടെ ഒരു എക്സ്പെരിമെൻ്റൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാകും അല്ലേ? ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം അത് കുറച്ചുകൂടി എന്താണ്? ചെലവ് കൂടി. ഓക്കെ. ഒരു ചോദക ചരവും ബന്ധപ്പെട്ട പ്രതികരണ ചരവും തമ്മിലുള്ള ബന്ധം മറ്റു ചരങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് പഠിക്കുന്നതാണ് പരീക്ഷണ രീതി. അതായത് ഇപ്പൊ പറഞ്ഞു നമ്മളെന്താണ് ഒരു പരീക്ഷണത്തിന്റെ ഒരു അറ്റ്മോസ്ഫിയറിലായിരിക്കും ആ വ്യക്തി ഉണ്ടാവുക അല്ലേ? പരീക്ഷണം നടത്തുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിന്റെ ഉള്ളിലാണ് ആ വ്യക്തി ഉണ്ടാവുക. അപ്പം എന്താണ്? ഒരു ചോദക ചരവും അതുപോലെ ഒരു പ്രതികരണ ചരവും ഉണ്ടാവും. അയാൾക്കൊരു സിറ്റുവേഷൻ നമ്മൾ ഇട്ട് കൊടുക്കും, അതാണ് ചോദകം. അതിന് അയാൾ എങ്ങനെ പ്രതികരിക്കുന്നു, അതാണ് പ്രതികരണ ചരം. അപ്പം അത് തമ്മിലുള്ള ഒരു സിറ്റുവേഷൻ ഇങ്ങേർക്ക് കൊടുക്കുമ്പോൾ ഇങ്ങേരെങ്ങനെ തിരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളത് തമ്മിലുള്ള ഒരു ബന്ധം നോക്കുന്നതാണ് പരീക്ഷണ രീതി. ഇനി മറ്റു ചരങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് പഠിക്കുന്നതാണ് അല്ലേ? ഈ പരീക്ഷണത്തിന്റെ സെറ്റപ്പ് ഉണ്ടാക്കിയത് ഞാനാണ്. അപ്പം എനിക്ക് എന്ത് ചെയ്യാം? ലൈറ്റ് കുറയ്ക്കുക. ഇപ്പം അത്തരത്തിലുള്ളൊരു പരീക്ഷണ സെറ്റപ്പ് ആണെങ്കിൽ ലൈറ്റ് കുറയ്ക്കുക, അല്ലെങ്കിൽ മഴ പെയ്യിപ്പിക്കണേ മഴ പെയ്യിപ്പിക്കുക, അത്തരത്തിലുള്ള എനിക്ക് എന്ത് ചെയ്യാം? ചരങ്ങളെയൊക്കെ നിയന്ത്രിക്കാം. ഓക്കെ, അത്തരത്തിലുള്ളതൊക്കെ എന്ത് ചെയ്യും? പരീക്ഷണ രീതിയിൽ ചെയ്യാം. സോ പരീക്ഷണ ചരമുണ്ട്, സ്വതന്ത്ര ചരമുണ്ട്. പരീക്ഷണ ചരമുണ്ട് അല്ലെങ്കിൽ സ്വതന്ത്ര, ഒരേ പേര് തന്നെയാണ് കേട്ടോ. അതായത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അതായത് നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞതാണെങ്കിൽ ആ പരീക്ഷണം ചെയ്യുന്ന ആ ഒരു സെറ്റപ്പ്, അതാണ് പരീക്ഷണ ചരം. ഓക്കെ, പേരിൽ നമ്മൾ മാറിപ്പോയത്, പരീക്ഷിക്കപ്പെടുന്ന ആളെന്ന് വിചാരിക്കരുത്. ഇത് ഇൻഡിപെൻഡൻ്റ് ആണ്, ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ അതിനെ നമ്മൾ സ്വതന്ത്ര ചരം എന്ന് പറയുന്നു, ഈ പരീക്ഷണം ചെയ്യുന്ന ആ ഒരു സെറ്റപ്പ്. നേരെ മറിച്ചിട്ട് ആശ്രിത ചരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഈ സ്വാധീനത്തിന് പാത്രമാകുന്ന പ്രതികരണ ചരത്തെയാണ് ആശ്രിത ചരം എന്ന് പറയുക. അതായത് നമ്മുടെ പരീക്ഷണ ചരം ഉണ്ട് ഇവിടെ, അതിനെ ആശ്രയിച്ച് നിൽക്കുന്ന ആളാണ് അവിടുത്തെ ആ ക്ലൈൻറ്റ് അല്ലേ? ആ ഒരു അതിൻ്റെ ഉള്ളിൽ അതിനെ ആശ്രയിച്ച് നിൽക്കുന്ന ആ പാത്രം. ഓക്കെ, അതാണ് ആശ്രിത ചരം. അപ്പം ഇതെന്താണ്? പരീക്ഷണ ചരം. അതുപോലെ ഇതാണ് എന്ത്? ആശ്രിത ചരം. ഓക്കെ. സോ അടുത്തത് വ്യവഹാരത്തെ പറ്റി പഠിക്കാൻ പ്രയോഗിക്കുന്ന രീതികളിൽ ഏറ്റവും ശാസ്ത്രീയവും വസ്തുനിഷ്ഠാപരവുമായിട്ടുള്ള രീതിയാണ് അല്ലേ? നമ്മൾ ആ ഒരു ക്രമമായിട്ടുള്ള ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടായിരിക്കും ഈ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് നടത്തുന്നത്. സോ അതെന്താണ്? ശാസ്ത്രീയമാണ്, അതുപോലെ വസ്തുനിഷ്ഠയാണ്. അതുപോലെ ഏറ്റവും ചിലവ് കൂടിയ, ഞാൻ നേരത്തെ പറഞ്ഞു, വ്യവഹാര രീതിയാണ്. അതുപോലെ ഏറ്റവും സങ്കീർണവുമായിട്ടുള്ളതാണ്. ഇത് ഈ സെറ്റപ്പ് നടത്തി അതിൻ്റെ ഉള്ളിൽ പരീക്ഷണം നടത്തുമ്പോഴൊക്കെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള പ്രവർത്തനമാണ്. അതുപോലെ ഇങ്ങനൊരു സെറ്റപ്പ് ഒരുക്കണമെങ്കിൽ എന്താണ്? ചെലവും കൂടുതലാണ്. സോ മറ്റ് രണ്ടും എന്തായിരുന്നു? ചെലവ് കുറവായിരുന്നു. പക്ഷേ പരീക്ഷണ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചെലവ് കൂടിയിട്ടുള്ള ഏർപ്പാടാണ്. അടുത്തത് വരുന്നതാണ് സർവേ രീതി. ഓക്കെ, സ്വഗവേഷണ രീതി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ദത്തങ്ങൾ സർവേ രീതിയിൽ ശേഖരിക്കുന്നു. അഭിപ്രായവലി, ചോദ്യവലി, സ്കെഡ്യൂൾ തുടങ്ങിയ രേഖകളിൽ സമാഹരിക്കുന്നു. ഒന്നുമില്ല, നമുക്കറിയാം സർവേ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഒരു കാര്യം ഇപ്പം 4ാം ക്ലാസ്സിലൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ, ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ എന്താ? ഓരോ വീട്ടിലും ഓരോരുത്തരും കുളിക്കാൻ എത്ര ബക്കറ്റ് ഉപയോഗിക്കുന്നു, നമ്മുടെ ചുറ്റുവട്ടത്ത് ഫുള്ള് ഇറങ്ങിയിട്ട് സർവേ നടത്താനൊക്കെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത്തരത്തിൽ അതായത് ഒരു സമൂഹത്തിലെ കാര്യങ്ങൾ മൊത്തം അറിയാൻ, ഇപ്പം നമ്മൾ ആസ് എ ടീച്ചറാണെങ്കിൽ ഒരു സ്കൂളിലെ മൊത്തം കാര്യങ്ങൾ അറിയാനും വേണ്ടിയിട്ട് നടത്തുന്ന കാര്യം. ഇപ്പോൾ കഴിഞ്ഞ 2023 കഴിഞ്ഞ കേട്ടറ്റ് എക്സാമിന് ഒരു ചോദ്യം വന്നു. എന്താണ്? അധ്യാപകർ നേരിടുന്ന ഒരു സ്കൂളിൽ അധ്യാപകർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും കറക്റ്റ് മെത്തേഡ് ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ പലരും മാറിയിട്ട് നമ്മൾ ഇനി പഠിക്കും ക്രിയാഗവേഷണം എഴുതിയിട്ടുണ്ട്. പക്ഷെ അതല്ല. കാരണം ക്രിയാഗവേഷണം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ക്ലാസ് റൂമിൽ കുട്ടികൾ അനുഭവപ്പെടുന്ന പ്രശ്നത്തെ പരിഹരിക്കാനുള്ളതാണ് ക്രിയാഗവേഷണം. നേരെ മറിച്ച് സ്കൂളിലെ അധ്യാപകർ മൊത്തം അനുഭവപ്പെടുന്ന പ്രശ്നത്തെയാണ് കണ്ടെത്താൻ പറഞ്ഞത്. അപ്പം എന്ത് ചെയ്യണം? ആ സ്കൂളിലെ എല്ലാ അധ്യാപകരുടെ അടുത്ത് പോയിട്ടും അന്വേഷിക്കണം അല്ലേ? അത്തരത്തിലുള്ള രീതി അവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള രീതിയാണ് സർവേ. അതിപ്പോൾ ഈ സർവേ മെത്തേഡ്, അതായത് ഇപ്പോൾ ഈ കഴിഞ്ഞ 2023 സെപ്റ്റംബറിൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു കേട്ടറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ.
സോ ശേഖരിച്ച ഡാറ്റയെ സ്റ്റാറ്റിക്കൽ തന്ത്രങ്ങൾ ഉപയോഗിച്ച് അപഗ്രഥിക്കും. ചരിത്ര സർവേ, ജനസംഖ്യാ സർവേ. ഓക്കെ, അത് അതിൻ്റെ കുറേ തരം സർവേകളുണ്ട്. അതിൽ രണ്ടെണ്ണമാണ് ഏത് എക്സാമ്പിൾ പറഞ്ഞതാണ്. ചരിത്ര സർവേ ഉണ്ട്, ജനസംഖ്യാ സർവേ. നമ്മൾ സെൻസസ് എടുക്കുമല്ലോ, സെൻസസ് എല്ലാവർക്കും പരിചിതമായിരിക്കും അല്ലേ. ജനസംഖ്യാ സർവേ എന്ന് പറയുമ്പോൾ അന്തം വിടും. ഓക്കെ, അത്തരത്തിലുള്ള അതൊക്കെ എന്താണ്, സർവേ നടത്തിയിട്ടാണ് നമ്മൾ കണ്ടെത്തുന്നത്. സോ അടുത്ത മെത്തേഡ്, ഓക്കെ, ഗവേഷണ പഠനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നു, പൊതുവെ ചിലവ് കുറഞ്ഞ രീതിയാണ്. അടുത്തതാണ് ചികിത്സാ രീതി. ഓക്കെ, അല്ലെങ്കിൽ ക്ലിനിക്കൽ മെത്തേഡ്. അസാധാരണ വ്യക്തികളെ വ്യവഹാരപരമായ പ്രശ്നങ്ങളെ പഠിക്കാൻ ഉപയോഗിക്കുന്നതാണ്. സോ കേസ് സ്റ്റഡി എന്ന പേരിലും അല്ലെങ്കിൽ കേസ് ഹിസ്റ്ററി എന്നൊക്കെ പറയും കേട്ടോ. അതൊക്കെ ക്ലിനിക്കൽ മെത്തേഡാണ് അല്ലെങ്കിൽ ചികിത്സാ രീതിയാണ്. സാമൂഹിക അപസമായോജനം അനുഭവിക്കുന്നവരെയോ വൈകാരിക സംഘട്ടനത്തിൽ ഏർപ്പെടുന്ന വ്യക്തികളെയോ കുറിച്ച് പഠിക്കുന്നു. ഓക്കെ, അതായത് ഒരാളെ മാത്രം എടുത്ത് വെച്ചിട്ട് പഠിക്കുക. അത് അയാൾ പഠിക്കുകയല്ല, വേറൊരാൾ പഠിക്കുകയാണ് അല്ലേ. ഇയാളോട് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് എന്താണ് പാരമ്പര്യത്തെക്കുറിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് മറ്റൊരു വ്യക്തിയെക്കുറിച്ചിട്ട് വേറൊരു വ്യക്തി പഠിക്കുക. അതാണ് കേസ് സ്റ്റഡി. ഓക്കെ, അത് മാറിപ്പോവരുത് കേട്ടോ. ആത്മപരിശോധന പറഞ്ഞാൽ ആത്മത്തെ പരിശോധിക്കുക, നമ്മൾ തന്നെ നമ്മളെ പരിശോധിക്കുകയാണ്. ഏക വ്യക്തി പഠനം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ മറ്റൊരാൾ പഠിക്കുക. ഓക്കെ, സോ ക്ലിനിക്കൽ സ്റ്റഡി നേരത്തെ പറഞ്ഞു, കേസ് ഹിസ്റ്ററി, കേസ് സ്റ്റഡി എന്നൊക്കെ ഇതിന് പറയും. അതുപോലെ നിരീക്ഷണം, അഭിമുഖം, വൈദ്യപരിശോധന, വിവിധ മനഃശാസ്ത്ര ഉപകരണങ്ങളുടെ പ്രയോഗം എന്നിവയൊക്കെ പ്രയോജനപ്പെടുത്തും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരാളുടെ കേസ് സ്റ്റഡി നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ കേസ് ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ, ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചരിത്രമല്ലേ, അപ്പം അയാളുടെ പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ ചോദിക്കേണ്ടി വരും. അപ്പം സ്വാഭാവികമായിട്ടും അവിടെ ഒരു അഭിമുഖം നടത്തേണ്ടി വരും അല്ലേ. ഇപ്പം ടീച്ചറും കുട്ടിയാണെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണമെങ്കിൽ അവിടെ ഒരു അഭിമുഖം നടത്തണം. കുട്ടിയെ നിരീക്ഷിക്കണം അല്ലേ. അധ്യാപകന് കുട്ടിയെ നിരീക്ഷിക്കുമ്പോഴാണ് കുട്ടിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, ഈ കുട്ടി ഒറ്റക്കാണ് ഇരിക്കുന്നത്, അങ്ങനെയൊക്കെ ഒന്ന് കണ്ടെത്താം. പിന്നെ വൈദ്യപരിശോധന, ഇപ്പം നേരെ മറിച്ച് പോകട്ടെ, എന്താണ് ഇപ്പോൾ കാഴ്ച പരിമിതിയുള്ള കുട്ടിയാണെങ്കിൽ ആ ഒരു ടീച്ചറാണ് ആ കുട്ടിയുടെ കാഴ്ച പരിമിതി കണ്ടെത്തിയത് എന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ വൈദ്യസഹായം തേടേണ്ടി വരും. അതായത് ഈ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു പല രീതികളുമായിട്ടൊക്കെ കണക്റ്റഡ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും പഠന രീതികളിൽ വരുന്നത്. അടുത്തത് വരുന്നതാണ് ഉപകരണങ്ങളും തന്ത്രങ്ങളും. നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ടൂളാണല്ലോ ഉപകരണം. സോ ഒരു പ്രശ്ന പഠനത്തിന് ആവശ്യമായ വിവരങ്ങളോ ദത്തങ്ങളോ ശേഖരിക്കാനായി ഉപയോഗിക്കുന്ന ഉപകരണം. ഓക്കെ, നമുക്കൊരു സംഭവം നടത്തണം, ഒരു സർവേ നടത്തണം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഏക വ്യക്തി പഠനം നടത്തണം. ഇങ്ങനെ നടത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യണമെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ അഭിമുഖം നടത്തണം അല്ലേ. അത്തരത്തിൽ കുറേ ടൂളുകൾ ഉപയോഗിക്കേണ്ടി വരും. ഇനി അത്തരത്തിൽ നമ്മളെ മനഃശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ടൂളുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സോ താഴെ പറയുന്നവയാണ് പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ. അതിൽ ആദ്യത്തെ വരുന്നതാണ് സംഭവ വിവരണ രേഖ അല്ലെങ്കിൽ അനക്ഡോട്ടൽ മെത്തേഡ്. അതായത് ഒരു കുട്ടി ഒരു പ്രത്യേക സന്ദർഭത്തിൽ ചെയ്യുന്ന സ്വഭാവം ടീച്ചർ നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ ക്ലാസ്സിൽ എന്ത് ചെയ്തു, ഒരു കുട്ടിയുടെ പേന കാണാനില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ സത്യസന്ധമായിട്ട് ടീച്ചറുടെ സ്റ്റാഫ് റൂമിൽ വന്നിട്ട് ഒരു കുട്ടി പറയാണ്, ഞാനാണോ എൻ്റെ പേന എടുത്തത്, എനിക്കത് ഭയങ്കര ഇഷ്ടം തോന്നിയപ്പോൾ ഞാൻ എടുത്തതാണെന്ന് പറഞ്ഞിട്ട് ടീച്ചർക്ക് തിരികെ ഏൽപ്പിക്കുന്നു. ഓക്കെ, അപ്പം എന്താണ്, ആ കുട്ടി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ കുട്ടി അത് സമ്മതിക്കുക അല്ലേ. അതായത് ഒരു സന്ദർഭത്തിൽ എന്താണ്, ആ കുട്ടി ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഏർപ്പെട്ടു എങ്കിലും എന്താണ് ടീച്ചർക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് അല്ലേ. അത്തരത്തിലുള്ള കാര്യങ്ങൾ എഴുതി വെക്കുന്നതാണ് അനക്ഡോട്ടൽ മെത്തേഡ് അല്ലെങ്കിൽ സംഭവ വിവരണ രേഖ. അല്ലെങ്കിൽ ഇപ്പോൾ വേറെ കേസാകാം, എന്താണ്, കളഞ്ഞുപോയ പെന്ന് അല്ലെങ്കിൽ കളഞ്ഞുപോയ ഒരു പൈസ കുട്ടി എടുത്തിട്ട് ടീച്ചറെ ഏൽപ്പിച്ചു. കുട്ടിക്ക് വരാന്തയിൽ നിന്ന് കിട്ടിയതാണ്, പക്ഷെ ആ കുട്ടി ആ പൈസ എടുത്തിട്ട് ടീച്ചറെ ഏൽപ്പിച്ചു. അപ്പോൾ അതും എന്താണ്, വേണമെങ്കിൽ ആ കുട്ടിക്ക് പോക്കറ്റിൽ ഇടായിരുന്നു അല്ലേ, ആ കുട്ടി അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാം, സംഭവ വിവരണ രേഖയിൽ എഴുതി വെക്കാം. ഓക്കെ, അതാണ് അനക്ഡോട്ടൽ. അതായത് ഒരു സഹപാഠി വീണ് മുറിവ് പറ്റിയപ്പോൾ മറ്റൊരു സഹപാഠി വന്ന് ശുശ്രൂഷിക്കുന്നു. ഇത് അധ്യാപകന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത്, ഒരു PYQ ആണ് കേട്ടോ. സോ സർവേ രീതി ഉണ്ട്, സഞ്ചിത ഉണ്ട്, ചെക്ക് ലിസ്റ്റ് ഉണ്ട്, സംഭവ വിവരണം ഉണ്ട്. സോ കറക്റ്റ് ആൻസർ വരുന്ന ഏതാണ്, സംഭവ വിവരണ രേഖ, അനക്ഡോട്ടൽ മെത്തേഡാണ്. ഇനി ഓർമ്മക്കുറിപ്പുകൾ എന്ന പേരിലും അറിയപ്പെടുന്നു അല്ലേ. ഒരു കുട്ടിയെ കുറിച്ചിട്ട് ഒരു അധ്യാപകന്
എഴുതി വെക്കുന്ന ഓർമ്മക്കുറിപ്പായിരിക്കും അത്. അതുപോലെ സഞ്ചിത രേഖ ഇതിന് സഹായിക്കുന്നു. അപ്പം എന്താണ് സഞ്ചിത രേഖ എന്നുള്ളത് നോക്കാം. സോ സഞ്ചിത രേഖ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു കുട്ടി നമ്മളുടെ സ്കൂളിൽ വന്നു ചേർന്നു, അഡ്മിഷൻ എടുത്തു, നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ എന്തായി കുട്ടിയായി. ഓക്കെ, അന്ന് മുതലുള്ള കാര്യങ്ങൾ അധ്യാപിക കൃത്യമായിട്ട് എഴുതി വെക്കുക. ആ കുട്ടിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അത് അക്കാദമിക് ആവാം, നോൺ അക്കാദമിക് ആവാം, സ്കൂളിലുള്ളതാകാം, സ്കൂളിന് പുറത്തുള്ളതാകാം, എന്തും ആവാം. ഓക്കെ, ആ കുട്ടിയെ കുറിച്ചിട്ട്, അതായത് ഇപ്പോൾ അനു എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടി ക്ലാസ്സിലുണ്ടെങ്കിൽ അനുവിനെ കുറിച്ചിട്ടൊരു നല്ല വ്യക്തമായിട്ടുള്ളൊരു ചിത്രം ഈ സഞ്ചിത രേഖ വായിക്കുമ്പം വേറൊരാൾക്ക് കിട്ടണം. സോ നമ്മൾ പറയാം, ഒരു അധ്യാപകന് ഇത് എഴുതി വെച്ചിട്ട് കുട്ടി പ്രൊമോട്ടായി പോവില്ല, അടുത്ത ക്ലാസ്സിലോട്ട് പോകുമ്പം ആ അധ്യാപകന് കൈമാറണം എന്നൊക്കെയാണ് പറയാം. ഓക്കെ, എത്ര അധ്യാപകർ എഴുതി വെക്കും എന്നുള്ളത് അറിയത്തില്ല. സോ അതാണ് സഞ്ചിത രേഖ. അപ്പോൾ ക്യുമുലേറ്റീവ് റെക്കോർഡും അനക്ഡോട്ടൽ റെക്കോർഡും ക്യുമുലേറ്റീവ് റെക്കോർഡും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത് കേട്ടോ. അനക്ഡോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു കൃത്യമായിട്ടുള്ളൊരു സംഭവം മാത്രം എഴുതി വെക്കുക. അപ്പോൾ അതാണ് പറഞ്ഞത്, സഞ്ചിത രേഖയെ എന്ത് ചെയ്യും, അനക്ഡോട്ടൽ റെക്കോർഡ് അല്ലെങ്കിൽ സഞ്ചിത രേഖയെ നമ്മുടെ ഉപാഖ്യാന രേഖ എന്നും പറയും കേട്ടോ. സംഭവ വിവരണ രേഖ അല്ലെങ്കിൽ ഉപാഖ്യാന രേഖ എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഉപാഖ്യാന രേഖ സഞ്ചിത രേഖയെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ നമ്മൾക്ക് ഇനിയിപ്പോൾ മാറി പോകാണ്ടിരിക്കാൻ സഞ്ചിയല്ലേ, സഞ്ചിയിൽ കുറേ സാധനങ്ങൾ കൊള്ളൂലേ, അങ്ങനെ ആലോചിച്ച് വെക്കുക. കുറേ സാധനങ്ങൾ കൊള്ളുന്നതുകൊണ്ട് കുട്ടിയുടെ കുറേ കാര്യങ്ങൾ എഴുതി വെക്കുന്നതാണ് സഞ്ചിത രേഖ. ഓക്കെ, മറ്റത് കണ്ടിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമായിട്ടും എഴുതി വെക്കുക. സോ സമഗ്ര വികസനത്തിന് പ്രാമുഖ്യം നൽകുന്നു, സ്ഥിരതയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ഓക്കെ, നമ്മുടെ സഞ്ചിത രേഖ ഇത് ക്രമാനുഗതയാണ്. ദീർഘനാളത്തെ നിരീക്ഷണം എന്ത് ചെയ്യണം, നമ്മുടെ ഒരു സഞ്ചിത രേഖ ഉണ്ടാക്കണമെങ്കിൽ ഒരു കുട്ടിയെ കുറിച്ചിട്ട് കുറേ കാലം നിരീക്ഷിക്കണം. ഓക്കെ, സഞ്ചിത രേഖ എന്നാൽ എന്ത്? അതായത് കുട്ടികളുടെ കായികവും മാനസികവും പഠനപരവും വൈകാരികവുമായ ഘടകങ്ങളെ വിലയിരുത്തി ലഭിക്കുന്ന വസ്തുതകൾ സമാഹരിച്ച് രേഖപ്പെടുത്തുന്നതാണ് സഞ്ചിത രേഖ. അപ്പോൾ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും പെട്ടു അല്ലേ, കായികം പെട്ടു, ഫിസിക്കലി പെട്ടു, മെൻ്റലി പെട്ടു, പഠനം പെട്ടു, ഇമോഷണലി വികാരങ്ങളൊക്കെ പെട്ടു. അതായത് കുട്ടിയെ കുറിച്ചിട്ടുള്ള ഒരു ആകെത്തുക നമുക്ക് ഈ സഞ്ചിത രേഖ നോക്കുമ്പോൾ ലഭിക്കും. ഓക്കെ, അടുത്ത ടൂളാണ് ചെക്ക് ലിസ്റ്റ്. ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ നോക്കട്ടോ. അതായത് ഇവിടെ എന്തുണ്ടാവും, ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ഇവിടെ യെസ്സും ഉണ്ടാകും, ഇവിടെ നോയും ഉണ്ടാകും. അതാണ് ചെക്ക് ലിസ്റ്റ്. അതായത് ഇവിടെ രണ്ട് കാര്യത്തിനേ ചാൻസ് ഉള്ളൂ, യെസ് ഓർ നോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും, കുട്ടി രാത്രി വായിക്കാറുണ്ടോ? അപ്പോൾ യെസ് ഓർ നോ ചോദ്യങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ കുട്ടി രാത്രി വായിക്കാറുണ്ടോ? അപ്പോൾ യെസ് ആണെങ്കിൽ യെസ്, അല്ലെങ്കിൽ നോ. അത്തരത്തിൽ രണ്ട് ആൻസർ മാത്രമുള്ളതാണ് നമ്മുടെ ചെക്ക് ലിസ്റ്റ് വരിക. സോ ഇനി നോക്കാം, ഒരു നിശ്ചിത വ്യവഹാരം ഒരു കുട്ടിയിൽ ഉണ്ടോ എന്ന് കണ്ടെത്താൻ പ്രയോജനപ്പെടുത്തുന്നു. അപ്പോൾ ഉണ്ടോ ഇല്ലേ എന്ന ചോദ്യങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ ചെക്ക് ലിസ്റ്റിൽ ഉണ്ടാവുക. ഒരു നിശ്ചിത വ്യവഹാരം ഉണ്ടെങ്കിൽ ടിക്ക് മാർക്ക് നൽകുന്നു, വളരെ എളുപ്പത്തിൽ രേഖപ്പെടുത്താൻ സഹായിക്കും. ഒരു അധ്യാപികക്ക് എന്താണ്, പെട്ടെന്നൊരു കുട്ടിയെ മനസ്സിലാക്കണമെങ്കിലൊക്കെ എന്ത് ചെയ്യാം, ചെക്ക് ലിസ്റ്റ് ഉപയോഗപ്പെടുത്താം. സോ അടുത്തത് റേറ്റിംഗ് സ്കെയിൽ. റേറ്റിംഗ് സ്കെയിലും ചെക്ക് ലിസ്റ്റും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. എന്താണ്, റേറ്റിംഗ് സ്കെയിലാകുമ്പം ഇവിടെ എന്തുണ്ടാകും, ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഇവിടെ ചിലപ്പം ഗുഡ്, ആവറേജ്, ബാഡ്. ഓക്കെ, ഗുഡ്, ആവറേജ്, ബാഡ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന് കുട്ടി ഏതിലാണോ പെടുന്നത്, ഗുഡ് ആണെങ്കിൽ ഗുഡിൽ ശരിയിടുന്നു, അത്തരത്തിലുള്ളതാണ്. അപ്പോൾ റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഡീപ്പായിട്ട് കുട്ടിയെ കുറിച്ചിട്ട് അറിയാം. അപ്പോൾ കുട്ടി രാത്രി പഠിക്കുന്നുണ്ടോ എന്നാണെങ്കിൽ എന്നും നന്നായിട്ട് വായിക്കുന്ന കുട്ടിയാണെങ്കിൽ നമുക്ക് ഗുഡിലിടാം. പോരാ, തോന്നുമ്പോൾ വായിക്കും, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവറേജിലിടാം. തീരെ വായിക്കുന്നില്ലെങ്കിൽ നമുക്ക് ബാഡിലിടാം. അപ്പോൾ കുട്ടിയെ കുറിച്ചിട്ട് ഒന്നും കൂടി ഡീപ്പായിട്ട് അറിയാനും വേണ്ടിയിട്ട് നമ്മുടെ റേറ്റിംഗ് സ്കെയിൽ സഹായിക്കും. സോ ചെക്ക് ലിസ്റ്റിൽ കണ്ടെത്തിയ വിവരം ഏത് നിലവാരത്തിലുണ്ടെന്ന് കണ്ടെത്താൻ പ്രയോജനപ്പെടുത്താം. അതുപോലെ തന്നെ ഒരു നിശ്ചിത വ്യവഹാരം ഏത് നിലവാരത്തിലുണ്ടെന്ന് നന്ന്, അതായത് ഗുഡ്, ആവറേജ്, ബാഡ് എന്നീ 3 പോയിന്റുകളിൽ രേഖപ്പെടുത്താം. അടുത്തത് 3 പോയിന്റ് സ്കെയിൽ ഉണ്ട്, 4 പോയിന്റ് സ്കെയിൽ ഉണ്ട്, 5 പോയിന്റ് സ്കെയിൽ ഉണ്ട്. അതായത് ഒന്നുമില്ല, പേര് കേട്ടിട്ട് ഇതാവണ്ട, 3 പോയിന്റ് സ്കെയിലാണ് നമ്മൾ നേരത്തെ എഴുതിയത് അല്ലേ. ഇവിടെ ഗുഡ്, ആവറേജ്, ബാഡ്. ഓക്കെ, ഇതാണ് 3 പോയിന്റ് വരിക. ഇനി 4 പോയിന്റ് ആണെങ്കിലോ എങ്ങനെ വരും,
4 പോയിന്റ്സ് ഉണ്ടാകും. അതായത് ഇവിടെ ബെസ്റ്റ്, ഗുഡ്, ആവറേജ്, ബാഡ്. ഓക്കെ, ഇനി 5 പോയിന്റ്സ് ആണെങ്കിൽ ഇവിടെ ചിലപ്പോൾ ഒന്നും കൂടി നമുക്ക് ആഡ് ചെയ്യാം. അത്തരത്തിലുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ റേറ്റിംഗ് സ്കെയിൽ തീരുമാനിക്കുക. ഓക്കെ, വേണമെങ്കിൽ 3 പോയിന്റ് ആകാം, അല്ലെങ്കിൽ 4 പോയിന്റ് ആകാം, അല്ലെങ്കിൽ 5 പോയിന്റ് ആകാം. ഓക്കെ, അടുത്ത് വരുന്നതാണ് ക്വസ്റ്റ്യനെയർ. അപ്പം ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളോട് ചോദിക്കണമെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന ആ ക്വസ്റ്റ്യൻസ്, അത്രയേ ഉള്ളൂ ക്വസ്റ്റ്യനെയർ. ദത്തശേഖരണത്തിന് പാത്രമാക്കുന്ന ജനസമൂഹം പ്രതിനിധാനം ചെയ്യുന്ന സാമ്പിളിന് നൽകുന്ന ക്രമീകൃതമായ ചോദ്യങ്ങളുടെ സമാഹാരമാണ് ചോദ്യാവലി. ഈ ഡെഫിനിഷൻ കണ്ടൊന്നും ഞെട്ടണ്ട. ചോദ്യാവലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ചോദിക്കാനും വേണ്ടിയിട്ട് വിചാരിക്കുന്ന സാധനങ്ങൾ ഒരു ക്വസ്റ്റ്യനെയർ ആയിട്ട്, ചോദ്യാവലി ആയിട്ട് എഴുതി തയ്യാറാക്കുക. ഓക്കെ, അടുത്തത് ഇത് എളുപ്പത്തിൽ നിർമ്മിച്ച് വിതരണം ചെയ്യാം. അതുപോലെ പരിമാണികവും ഗുണപരവുമായി ശേഖരിക്കാൻ പറ്റിയ ഒരു ഉപകരണമാണ്. അല്ലേ, നമുക്കുള്ളൊരു കാര്യത്തെ കുറിച്ചിട്ട് അറിയണമെങ്കിൽ എന്ത് ചെയ്യാം, കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയാൽ അതിന് ഉത്തരം ലഭിച്ചാൽ ആ കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊരു അറിവ് കിട്ടും. ഓക്കെ, പിന്നെ അടുത്ത് വരുന്നതാണ് ടെസ്റ്റുകൾ. ഓക്കെ, ടെസ്റ്റുകൾ അതായത് ഒരു 2 വർഷമായിട്ട് നമ്മളുടെ കൊറോണയ്ക്ക് ശേഷമൊക്കെ കേട്ടറ്റിന് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ടെസ്റ്റ് എന്നുള്ള ഭാഗം. ഓക്കെ, അതായത് പണ്ടൊക്കെ മൊത്തമായിട്ട് ചെക്ക് ലിസ്റ്റും റേറ്റിംഗ് സ്കെയിലും നിരീക്ഷണവും പരീക്ഷണവും ആ ഭാഗത്തു നിന്ന് മാത്രമായിരുന്നു ചോദ്യം വരല്. പക്ഷെ ഇപ്പം അതായത് ഈ 2023-22 ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ്, ഈ ടെസ്റ്റ് എന്നുള്ള ഭാഗത്തു നിന്ന് കുറേ ചോദ്യങ്ങളുണ്ട്. വാട്ട്, ടാറ്റ്, അങ്ങനത്തെ കുറേ ടെസ്റ്റുകൾ ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വരുന്നുണ്ട്. സോ ശോധകങ്ങൾ അല്ലെങ്കിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. അല്ലേ, നമ്മൾ ക്ലാസ്സിൽ ചിലപ്പം യൂണിറ്റ് ടെസ്റ്റുകൾ നടത്തും. എല്ലാ ഉപകരണങ്ങളും ഒരു തരത്തിൽ ശോധകങ്ങളാണ്. ഇനി ശോധകങ്ങൾ കുറേ തരത്തിലുണ്ട്. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ടതാണ് വാചികം, നമ്മൾ വൈവ എക്സാം ഒക്കെ നടത്തുന്നത്. പിന്നെ റിട്ടൺ, ലിഖിതമുണ്ട്. അതുപോലെ പ്രവർത്തിച്ചിട്ട് നമ്മൾ ലാബൊക്കെയാണ്, +2-ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടാണല്ലോ ലാബിലൊക്കെ പ്രവർത്തിക്കുക. ഓക്കെ, അത്തരത്തിൽ നമ്മളുടെ ടെസ്റ്റുകളെ കുറേ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇനി വരുന്നതാണ് സിദ്ധിശോധകം അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. അച്ചീവ്മെൻറ്റ് ടെസ്റ്റും അതുപോലെ തന്നെ നമുക്ക് വേറെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. നേട്ടങ്ങൾ അഥവാ സിദ്ധികൾ പരിശോധിക്കാൻ സഹായിക്കുന്ന ശോധകങ്ങളാണ് സിദ്ധിശോധകങ്ങൾ. അല്ലെങ്കിൽ നമുക്കറിയാം അച്ചീവ്, എത്രത്തോളം കുട്ടിക്ക് ലഭിച്ചു, അച്ചീവ് ചെയ്തു നോക്കാനും വേണ്ടിയിട്ടുള്ളതാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. അതുപോലെ അതിന് ഉദാഹരണമാണ് നമ്മൾ ഓറൽ ടെസ്റ്റ് പറഞ്ഞു, റിട്ടൺ ടെസ്റ്റ് പറഞ്ഞു, ഇൻ്റലിജൻസ് ടെസ്റ്റ്, സ്കിൽ ടെസ്റ്റ് ഒക്കെ വരുന്നത് ഏതിലാണ്, നമ്മുടെ അച്ചീവ്മെൻറ്റ് ടെസ്റ്റിലാണ് വരുന്നത്. അടുത്തതാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അല്ലെങ്കിൽ നിദാന ശോധകം. അതായത് പഠനത്തിലുള്ള പ്രയാസങ്ങൾ ശാസ്ത്രീയമായി കണ്ടുപിടിച്ച് ഓരോ കുട്ടിക്കുമുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ തയ്യാറാക്കുന്നതാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ. സോ അതുപോലെ അതിൻ്റെ മെയിനായിട്ട് നമ്മൾ ഡിഫറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് നേടി, കുട്ടി എത്രത്തോളം ലഭിച്ചു എന്നുള്ളത് നോക്കാനാണ് നമ്മൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നടത്തുക. പക്ഷേ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് നേടി എന്നുള്ളത് കണ്ടെത്താനാണോ? അല്ല, ഒരു കാര്യം കണ്ടെത്താനും വേണ്ടിയിട്ടാണ്, ഡയഗ്നോസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ നടത്തുക. അതുപോലെ ഉദ്ദേശ്യം, പാഠഭാഗം, ചോദ്യമാതൃകകൾ, കാഠിന്യ നിലവാരം എന്നിവയ്ക്കൊക്കെ നമ്മളൊരു അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു അർദ്ധവാർഷിക പരീക്ഷയൊക്കെ ആലോചിക്കുക. കുട്ടി എത്രത്തോളം പാഠം അച്ചീവ് ചെയ്തു നോക്കാനല്ലേ നമ്മൾ നടത്തുന്നത്. അപ്പോൾ അതിലെന്തുണ്ടാകും, ചോദ്യമാതൃകകൾ, കാഠിന്യ നിലവാരം ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഒരു അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് തയ്യാറാക്കുക. എന്നാൽ ഇവിടെയാണെങ്കിലോ കുട്ടിക്ക് പ്രയാസമുള്ള കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കുന്നു. അല്ലേ, ഡയഗ്നോസ് ചെയ്തു, കുട്ടിക്ക് എന്താ പ്രശ്നം എന്നുള്ള മനസ്സിലാക്കിയാൽ പിന്നെ നമ്മൾ അത് മാത്രമാണ് ഫോക്കസ് ചെയ്യുക. ദെൻ സമയം പ്രധാന ഘടകമാണ്. അല്ലേ, ഹാഫ് ഇയർലി എക്സാം ഒക്കെ ആകുമ്പോൾ ഇന്ന സമയത്തിൻ്റെ ഉള്ളിൽ അത് എഴുതി തീർക്കണം. പക്ഷേ ഡയഗ്നോസ് ചെയ്യുമ്പോൾ എന്താണ്, 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ആ കുട്ടിയുടെ പ്രശ്നം എന്താ കണ്ടെത്തണം. അത്തരത്തിലുള്ളൊരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഒന്നും അല്ല നമ്മൾ ചെയ്യുക. കുട്ടിയോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് വളരെ സാവധാനത്തിൽ റിലാക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തുക. അടുത്തത് സ്ഥാനനിർണയത്തിന് പ്രയോജനപ്പെടുത്തുന്നു. ഓക്കെ, അപ്പോൾ സ്ഥാനനിർണയം ഇപ്പോൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ആണെങ്കിൽ ക്ലാസ്സിൽ ആ കുട്ടിക്ക് എത്രത്തോളം സ്ഥാനം ഉണ്ട് എന്നുള്ളത് അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നേരെ മറിച്ച് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, നിദാന ടെസ്റ്റിലാണെങ്കിലോ ശോധകത്തിലാണെങ്കിലോ ആ കുട്ടിക്ക് സ്ഥാനമൊന്നും നിർബന്ധമല്ല, സ്ഥാനത്തിനൊരു പ്രാധാന്യവും ഇല്ല. അടുത്തത് നിർമ്മാണം എളുപ്പമാണ്. മറ്റേതെന്താണ്, ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ,
ഇനി നമ്മുടെ ഇവാലുവേഷൻ അല്ലെങ്കിൽ നമ്മുടെ മൂല്യനിർണ്ണയം അതിൽ വരുന്ന കഴിഞ്ഞ 2022 2 കാറ്റഗറിയിൽ ചോദിച്ചത് ഈ ഭാഗത്തു നിന്നായിരുന്നു. എന്താണ്? സംരചന മൂല്യനിർണ്ണയവും ആത്യന്തിക മൂല്യനിർണ്ണയവും ഉണ്ട്. അപ്പോൾ അത് സന്ദർഭം തന്നിട്ട് ഇത് ഏതിലാണെന്നാണ് സാധാരണ ചോദിക്കുക. അപ്പോൾ സംരചനം അല്ലെങ്കിൽ ഫോർമേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മൾ എന്ത് ചെയ്യുക? മൂല്യനിർണ്ണയം നടത്തുക. അപ്പോൾ എക്സാമ്പിളാണ് ഡയറി റൈറ്റിംഗ്, കളക്ഷൻസ്, സെമിനാർസ് എക്സെട്ര. ഓക്കെ, കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുമ്പം കുട്ടിക്ക് എത്രത്തോളം കിട്ടിയെന്ന് നോക്കാനും വേണ്ടിയിട്ട് നമ്മൾ ആ സ്പോട്ടിൽ നടത്തുക. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കലൊക്കെ അതിൽ പെടും. ഓക്കെ, അതാണ് സംരചന മൂല്യനിർണ്ണയം, ഫോർമേറ്റീവ്. ഇനി അടുത്ത എന്താണ്? ആത്യന്തികമാണ് അല്ലെങ്കിൽ സമ്മേറ്റീവ് ആണ്. സമ്മ് കണക്കാക്കാണ്. ഒരു ക്ലാസ്സിൻ്റെ അവസാനത്തിലോ ആഴ്ചയിലോ മാസാന്തരമോ കാക്കൊല്ലം കൂടുമ്പോഴൊക്കെ ഉള്ള പരീക്ഷകൾ ഒരു ടൈം പീരിയഡ് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ കുട്ടിക്ക് എത്രത്തോളം ലഭിച്ചു നോക്കാനും വേണ്ടിയിട്ട്, അതാണ് സമ്മേറ്റീവ് അല്ലേ? നമ്മൾ സമ്മ് എടുക്കുകയാണ് എത്രത്തോളം പഠിച്ചു എന്നുള്ളത്. മറ്റേതെന്താണ്? പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാവുണ്ടോ എന്ന് നോക്കാനും വേണ്ടിയിട്ട് ചെയ്യുമല്ലോ, അത്തരത്തിലുള്ളതാണ് ഫോർമേറ്റീവിൽ വരിക, സംരചനത്തിൽ വരിക. ആത്യന്തികമാകുമ്പോൾ ആത്യന്തികമാണ്, എന്താണ്? എത്രത്തോളം കിട്ടി എന്നുള്ളത് നോക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുക. കൊല്ലാവസാനത്തിലോ നടത്തുന്നൊക്കെ മൂല്യനിർണ്ണയങ്ങൾ ഇതിന് എക്സാമ്പിളാണ്. അടുത്തത് വരുന്നതാണ് റെമഡിയൽ ടീച്ചിങ്. ഇപ്പം ഈ കഴിഞ്ഞ 2023 സെപ്റ്റംബറിൽ സർവീസിലുള്ളവർക്ക് ഒരു എക്സാം നടത്തിയിരുന്നു. അതിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഭാഗത്തുനിന്ന്. പരിഹാര ബോധനം. നിദാന ശോധകങ്ങളുടെ ഫലം അപഗ്രഥിച്ച് വരുത്തിയ തെറ്റുകൾ പരിഹരിക്കുന്നതിന് സഹായകമായി പഠനാനുഭവങ്ങൾ നൽകുന്നതിനെയാണ് പരിഹാര ബോധനം എന്ന് പറയുന്നത്. അതായത് നേരത്തെ വന്നിട്ടില്ല നിദാന ശോധകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അച്ചീവ്മെന്റ് ടെസ്റ്റ് അല്ലേ? അല്ലേ? അച്ചീവ്മെന്റ് ടെസ്റ്റിൽ കുട്ടികൾക്ക് വന്നിട്ടുള്ള എവിടെയൊക്കെയാണ് പോരായ്മകൾ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് കുട്ടിക്ക് റെമഡി കൊടുക്കുക. റെമഡി എന്ന് പറഞ്ഞാൽ പരിഹാരം കൊടുക്കുക. അത്തരത്തിൽ കൊടുത്തിട്ട് പഠിപ്പിക്കുന്നതിനെയാണ് നമ്മൾ റെമഡിയൽ ടീച്ചിങ് എന്ന് പറയാം. അപ്പോൾ പൊതുവേ എന്താണ് കുട്ടികൾ ഇതിപ്പോൾ എന്താ മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുട്ടികൾക്കൊന്നുമല്ല, മെൻ്റൽ പ്രോബ്ലം ഉള്ള കുട്ടികൾക്കൊന്നും ചെയ്യുന്നതല്ല. പൊതുവേ സമൂഹത്തിൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ നമ്മൾ വിജയബേരി ഇപ്പോൾ എത്രയോ പുതിയ സംരംഭങ്ങൾ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അത്തരത്തിലുള്ളതൊക്കെയാണ് നമ്മുടെ റെമഡിയൽ ടീച്ചിങ്ങിൽ വരിക. ഓക്കെ, അപ്പം പഠന വൈകല്യമുള്ള കുട്ടികളോ അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾക്കോ ഒന്നും അല്ല എന്ത് ചെയ്യുക ഇത്തരത്തിലുള്ള റെമഡിയൽ ടീച്ചിങ് നൽകുക. അത് തന്നെയായിരുന്നു കേട്ടോ ക്വസ്റ്റ്യൻ. അതായത് റെമഡിയൽ ടീച്ചിങ് നൽകുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കാണെന്നാണ്. അപ്പോൾ ഓപ്ഷൻസിലുള്ളത് എന്താണ്? നമ്മുടെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ, അത്തരത്തിലുള്ളതൊക്കെയാണ് ഉള്ളത്. പക്ഷെ അവർക്കല്ല, സമൂഹത്തിൽ എന്ത് ചെയ്യുക അല്ലെങ്കിൽ ക്ലാസ് മുറിയിൽ പിന്നോക്കം നിൽക്കുന്ന, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കാണ് റെമഡിയൽ ടീച്ചിങ് നൽകുക. ഓക്കെ, ദെൻ പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ്, അതായത് നിർദ്ദിഷ്ട രംഗങ്ങളിൽ കുട്ടികളുടെ ഭാവി പ്രകടനത്തിൻ്റെ സ്വഭാവം എന്തെന്ന് പ്രവചിക്കാൻ തയ്യാറാക്കുന്നത്. അതായത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ആറ്റിറ്റ്യൂഡ് ടെസ്റ്റും നമുക്കറിയാം. കുട്ടിക്ക് എന്തിനോടാണ് അഭിരുചി, എന്തിനോടാണ് താല്പര്യം എന്നുള്ളതൊക്കെ കണ്ടെത്താനാണ് ആപ്റ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡും. പക്ഷേ ഈ 2 ടെസ്റ്റുകളും പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റാണ് എന്നുള്ളത് നമുക്കറിയില്ല. അതായത് രണ്ടും ഭാവി നിർണ്ണയിക്കാനും വേണ്ടിയിട്ടാണല്ലോ. കുട്ടിക്ക് ടീച്ചിങ്ങിലാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ കുട്ടി ആ ഫീൽഡിലോട്ട് തിരിച്ചയക്കണം അല്ലേ? അതിനൊക്കെ വേണ്ടിയിട്ട് നടത്തുന്നതാണ് നമ്മുടെ പ്രോഗ്നോസ്റ്റിക് ടീച്ചിങ് പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ്. അടുത്ത് വരുന്നതാണ് മാനകീകൃത ശോധകം അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ്. അതായത് വിദ്യാർത്ഥികളുടെ പൊതുനിലവാരത്തെ അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന ശോധകം. അതായത് ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ഫുള്ള് നല്ല ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെയൊക്കെ ലെവൽ എത്ര ആയിരിക്കും എന്നുള്ളത് ഏകദേശ ധാരണ നമുക്കുണ്ടാകും. അപ്പോൾ ആ ലെവൽ വെച്ചിട്ട് എല്ലാ കുട്ടികളും ഒരുപോലെ അല്ലേ, ഗിഫ്റ്റഡ് ചൈൽഡ് അല്ലേ, സോ ആ കുട്ടികളുടെ ലെവൽ വെച്ചിട്ട് അവർക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. അതാണ് സ്റ്റാൻഡർഡൈസ്ഡ്. ഓക്കെ, നിലവാരത്തെ അടിസ്ഥാനമാക്കിയിട്ട് തയ്യാറാക്കുന്ന ടെസ്റ്റുകൾ. അടുത്ത് വരുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആണ് സോഷ്യോമെട്രി അല്ലെങ്കിൽ സമൂഹ വിധി. അതായത് ഇത് പ്രധാനമായിട്ട് നമ്മൾ ക്ലാസ് മുറിയിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന കുട്ടി അല്ലെങ്കിൽ ഭയങ്കര ഗ്യാങ്ങായിട്ട് നടക്കുന്ന കുട്ടികൾ അങ്ങനെ ഉള്ളവരെയൊക്കെ കണ്ടെത്താനും വേണ്ടിയിട്ട് നടത്തുന്നതാണ്. സോ കുട്ടികളിൽ നിലനിൽക്കുന്ന സമൂഹ ബന്ധത്തെ എത്രത്തോളം കുട്ടികൾ സോഷ്യലി കണക്റ്റഡ് ആണ് എന്നുള്ളത് നോക്കാനും വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ സമൂഹ വിധി. ഒരു ഗ്രൂപ്പിൽ ഒരു വ്യക്തിയുടെ സാമൂഹിക ബന്ധത്തിൻ്റെ അളവ് നിർണ്ണയിക്കുന്നതിനും ഒരാൾക്ക് മറ്റുള്ളവരോട് അല്ലെങ്കിൽ ആ ക്ലാസ്സിലെ ബാക്കിയുള്ളവരോട് എത്രത്തോളം സമൂഹ ബന്ധമുണ്ടെന്ന് നോക്കാനും അവരുടെ സ്വീകാര്യത അല്ലെങ്കിൽ അയാളോടുള്ള വിമുക്തത എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കാനുമുള്ള ഒരു മാർഗമാണ്
ഏത് സമൂഹമിതി. ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ജെഎൽ മൊറീനോ ആണ് കേട്ടോ, MO ആണ്. ജെഎൽ മൊറീനോ ആണ് നമ്മുടെ സമൂഹമിതി കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ക്ലാസ്സിലെ കുട്ടികളെ പരസ്പര ബന്ധം, വിദ്വേഷത്തിൻ്റെ തോത്, അതുപോലെ പഠന വസ്തുക്കളുടെ കൈമാറ്റം, ഒറ്റപ്പെട്ടു പോകുന്നവർ, ഇത്തരത്തിലുള്ള കുട്ടികളെയൊക്കെ കണ്ടെത്താൻ ഉപയോഗിക്കാൻ പറ്റിയ മെത്തേഡാണ് നമ്മുടെ സോഷ്യോമെട്രി. സോ നമുക്കതിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് നോക്കാനുള്ളത്. ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താ? ക്ലാസ്സിലെ സ്റ്റാർ ആരാ? എല്ലാവരും ആ കുട്ടിയെ ഇഷ്ടമായിരിക്കും അല്ലേ? ആ കുട്ടിയുടെ അടുത്തിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, കൂട്ടുകൂടാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ആ കുട്ടിയാണ് സ്റ്റാർ. ഓക്കെ, പേര് തന്നെ ഉണ്ട്, മാറാനൊന്നുമില്ല. എല്ലാവരും ആ കുട്ടിയായിരിക്കും തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇപ്പോൾ എന്താണ്, ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കിയിട്ട് ക്ലാസ്സിൽ കൊടുക്കുകയാണ്. സോഷ്യോമെട്രി നടത്താനും വേണ്ടിയിട്ട് സാധാരണ നമ്മൾ അങ്ങനെ ചെയ്യാറ്. എന്താണ്, ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കിയിട്ട് എല്ലാ കുട്ടികൾക്കും കൊടുക്കും. അപ്പം കുട്ടിയോട് ചോദിക്കുകയാണ്, കൂട്ടുകാരനായാൽ കൊള്ളാമായിരുന്നു എന്ന് വിചാരിക്കുന്ന കുട്ടി ഏതാണ്? അങ്ങനെ അപ്പോൾ കുറേ ഒരു ആവറേജ് പകുതിയിലേറെ കുട്ടികൾ എഴുതുന്ന ഒരു പേരുണ്ടാവുമല്ലോ, ആ പേരാണ് നമ്മുടെ സ്റ്റാറിൽ വരിക. അടുത്ത തന്നെയാണ് ക്ലിക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ പൊതുവേ പെൺകുട്ടികളുടെ ഇടയിലൊക്കെ ഒരു ഗ്യാങ് ഉണ്ടാകും അല്ലേ, ഒരു ABC. ഇവിടെ നോക്കുകയാണെങ്കിൽ ABC അല്ലേ? അപ്പോൾ ഈ A-B-A ആണ് സെലക്ട് ചെയ്യുക, B-C-A ആണ് സെലക്ട് ചെയ്യുക, C-A ആണ് സെലക്ട് ചെയ്യുക. ഓരോരു മൂവർ സംഘമായിരിക്കും, ഒരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കണക്റ്റഡ് ആയിരിക്കും, ഒരു ഗ്യാങ്. അവരെ പറയുന്ന പേരാണ് ക്ലിക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലിക്ക് ചെയ്യണമല്ലോ. ദെൻ ഐസൊലേറ്റ്, നമ്മൾ ആരുമായിട്ടും അല്ലെങ്കിൽ ആരും കൂട്ടുകൂടാത്ത ഒരു ടീം. സ്റ്റാറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഐസൊലേറ്റ് കേട്ടോ. ഏകാന്തമായിട്ട് ഇരിക്കുന്നവർ, അവർക്ക് കൂട്ടുകാരോ ചെങ്ങാത്തോ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ 3 സോഷ്യോമെട്രിയിൽ ഓർമ്മിച്ച് വെക്കാം. അതുപോലെ ജെഎൽ മൊറീനോ ആണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. ദെൻ ലാസ്റ്റ് വൺ ആക്ഷൻ റിസർച്ച്. ഇതുവരെ 2022 വരെ 2023 ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള എക്സാമിൽ കണ്ടിട്ടില്ല. പക്ഷേ അതിന് മുന്നേ വരെയുള്ള എക്സാമിൽ ഫേവറേറ്റ് പാർട്ടായിരുന്നു ആക്ഷൻ റിസർച്ച് അല്ലെങ്കിൽ ക്രിയാഗവേഷണം. ക്രിയാഗവേഷണം കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ വായിച്ചിട്ടൊന്നും ടെൻഷൻ ആവേണ്ട, ഒന്നുമില്ല. ക്ലാസ് മുറിയിൽ ഒരു പ്രശ്നം വന്നാൽ, പഠന സംബന്ധമായിട്ടുള്ളൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരം കാണാനും വേണ്ടിയിട്ട് അധ്യാപകന് ഗവേഷകനായിട്ട് ഇറങ്ങാം. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ പ്രശ്നത്തിന് പരിഹാരം കാണാം. അതാണ് ക്രിയാഗവേഷണം. അപ്പോൾ അവിടെ ഗവേഷകൻ ആരാണ്? ആ അധ്യാപകനാണ്. സോ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പഠന രീതിയാണിത്. ബോധന പ്രക്രിയക്കിടയിൽ അധ്യാപകർക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ ശാസ്ത്രീയമായി പഠിച്ച് വിശകലനം ചെയ്ത് സാമൂഹിക പ്രാദേശിക പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പരിഹാരം കാണുന്നതിനുള്ള കർമ്മപരമായ ഗവേഷണ രീതി. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം ക്ലാസ്സിൽ ഗണിതം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. ആ അധ്യാപകൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര പറഞ്ഞു കൊടുത്തിട്ടും എന്തെയില്ല, കുട്ടികൾക്ക് ഹരണം എന്നുള്ള ക്രിയ കയറുന്നില്ല. എല്ലാ കുട്ടികളെയും അല്ല കേട്ടോ, ആവറേജ്, അതായത് പകുതിയിലേറെ കുട്ടികൾക്കും. അപ്പോൾ അധ്യാപകൻ എന്ത് ചെയ്യാണ്? ഹരണം അറിയാത്തതിൻ്റെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്താനും വേണ്ടിയിട്ട് അവിടെ ഗവേഷകനായിട്ട് ഇറങ്ങാം. കുട്ടികളിലോ ഇടയിലോട്ട് ഇറങ്ങാം, ഓരോ കുട്ടിയെയും ചെയ്യിപ്പിച്ച് നോക്കാം. അത്തരത്തിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് എന്താണ്, സാമൂഹിക പ്രാദേശിക പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കേണ്ടത് അല്ലേ? അല്ലാണ്ട് ഈ കുട്ടികൾക്ക് ഈ പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നേരെ പഞ്ചായത്തിന് ലെറ്റർ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. ക്ലാസ് മുറിയിൽ അദ്ദേഹത്തിൻ്റെ ആ പ്രാദേശിക ചുറ്റുപാടിൽ നിന്നിട്ട് അതിന് പരിഹാരം കാണണം. ഓക്കെ, സോ പഠനം, ബോധനം, പാഠ്യപദ്ധതി, മൂല്യനിർണ്ണയം, വിദ്യാലയവുമായി ബന്ധപ്പെട്ട ദൈനംദിന പ്രശ്നങ്ങളുടെ പരിഹാരം ഒക്കെ എന്താണ്, ക്രിയാഗവേഷണത്തിൻ്റെ ലക്ഷ്യമാണ്. അതായത് പഠനം, ബോധനം, പഠിപ്പിക്കുന്നതും അതുപോലെ കുട്ടികൾ പഠിക്കുന്നതും, പാഠ്യപദ്ധതി, നമ്മുടെ കരിക്കുലം, മൂല്യനിർണ്ണയം, നമ്മൾ നോക്കുന്ന അസസ്മെൻറ്റ്, വിദ്യാലയവുമായി ബന്ധപ്പെട്ട ദൈനംദിന പ്രശ്നങ്ങൾ അല്ലേ? ഇപ്പോൾ ഉച്ചഭക്ഷണത്തിൻ്റെ പ്രശ്നമായാലും ഒക്കെ എന്ത് ചെയ്യും, ഒരു അധ്യാപകൻ ഗവേഷകനായിട്ട് ഇറങ്ങുകയാണെങ്കിൽ അത് ക്രിയാഗവേഷണത്തിൽ നമുക്ക് കൂട്ടാം. സോ ഗൈഡൻസിൻ്റെ ആവശ്യമില്ല. ഒരു അധ്യാപകന് ഗവേഷകനായി ഇറങ്ങണമെങ്കിൽ വേറെ ആരുടെയും ഗൈഡൻസിൻ്റെ ആവശ്യമില്ല. ശാസ്ത്രീയമായ രീതികളൊന്നും സ്വീകരിക്കുന്നില്ല. ഭയങ്കര ഹയർ ലെവലിലുള്ള രീതികളുടെ ഒന്നും ഒരാവശ്യമില്ല. അതുപോലെ സ്റ്റീഫൻ M. കോറിയാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. ഈ ക്രിയാഗവേഷണം എന്നുള്ളത് ആദ്യമായിട്ട് കൊണ്ടുവന്നത് സ്റ്റീഫൻ M. കോറിയാണ്. PYQ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതുപോലെ അടുത്തതാണ് അതിൻ്റെ ഘട്ടങ്ങൾ.
അപ്പോൾ ആദ്യം വരുന്നതാണ് പ്രശ്നം കണ്ടെത്തുക. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു മാത്സ് അധ്യാപകൻ്റെ പറഞ്ഞു എന്താണ് ശരാശരി എന്നുള്ളൊരു ടോപ്പിക്ക് അധ്യാപകൻ പഠിപ്പിച്ചാണ്. എന്ത് ചെയ്തിട്ടും കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല, ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, പ്രശ്നം കണ്ടെത്തി. ഇനി എന്താ, പ്രശ്നത്തെ നിർവചിക്കലും പരിധി നിശ്ചയിക്കലും. അപ്പോൾ എന്താണ് പ്രശ്നം എന്നുള്ളത് അയാൾ വ്യക്തമായിട്ട് നിർവചിക്കുക. കുട്ടികൾക്ക് ശരാശരി എന്ന ഭാഗം എത്ര ചെയ്തിട്ടും എന്താണ് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ പഠിക്കാൻ കഴിയുന്നില്ല, അങ്ങനെ എഴുതി വെക്കാം. ദെൻ പ്രശ്നത്തിൻ്റെ കാരണത്തെ വിശകലനം ചെയ്യാം. എന്തൊക്കെയായിരിക്കും കാരണങ്ങൾ എന്നുള്ളത് അയാൾ എന്ത് ചെയ്യുക, വിശകലനം ചെയ്യുക. ക്രിയാപരികല്പന രൂപീകരിക്കുക. അപ്പോൾ ഇദ്ദേഹം എന്താണ്, ഇപ്പോൾ നേരത്തെ കേസ് തന്നെ ആയിക്കോട്ടെ, ശരാശരി മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ കുട്ടികൾക്ക് വെറുതെ വേറൊരു ഹരണം കൊടുത്തു. അപ്പോൾ ഈ കുട്ടികൾക്ക് ഹരണം ചെയ്യാൻ അറിയില്ല എന്നുള്ളത് ഇയാൾ കണ്ടെത്തി. അപ്പം ഇയാൾ എന്ത് ചെയ്യുക, ക്രിയാപരികല്പന രൂപീകരിക്കുക. ഓക്കെ, അതായത് ഇനി എങ്ങനെ ഈ കുട്ടികൾക്ക് ഹരണം പഠിപ്പിക്കാം. അപ്പോൾ ഹരണം പഠിപ്പിക്കാൻ നോക്കിയപ്പോൾ കുട്ടികൾക്ക് ഗുണന പട്ടിക അറിയില്ല. അപ്പോൾ എവിടുന്ന് തുടങ്ങണം, ഗുണന പട്ടിക മുതൽ തുടങ്ങണം. അപ്പോൾ ഇതാണ് അദ്ദേഹം ക്രിയാപരികല്പന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഊഹം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള ആ ഒരു ഊഹാബോധങ്ങൾ ഉണ്ടാക്കി വെക്കുക. ഓക്കെ, ഇവിടെ പ്ലാൻ ചെയ്തിട്ടേ ഉള്ളൂ. അടുത്തത് എന്താണ്, അത് പരിശോധിക്കാം അല്ലേ. നമ്മൾ ചെയ്തു, ആ ടെസ്റ്റ് ചെയ്തു, കുട്ടി എന്താണ് പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി, അതുപ്രകാരം നമ്മൾ കുട്ടികളിൽ ചെയ്തു, എല്ലാം ശരിയായി, ലാസ്റ്റ് എന്ത് ചെയ്യും, നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്രിയാഗവേഷണത്തിൽ വരുന്നത്. അപ്പം നമ്മൾ മെയിനായിട്ട് ഇന്ന് നോക്കി ഏതാണ്, പഠന രീതികൾ ഏതൊക്കെയാണ് നോക്കി, അതുപോലെ ടൂളുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടൂളുകൾ നോക്കി. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ ഒരു വലിയൊരു ടോപ്പിക്കാണ് ഏത്, നമ്മുടെ ചിന്താധാരകൾ, സ്കൂൾസ് ഓഫ് സൈക്കോളജി. അത് നമ്മുടെ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ വരുന്നതാണ്. അപ്പം അതൊക്കെ അതിൻ്റെ ഡീറ്റെയിൽ ക്ലാസ്സൊക്കെ എന്തുണ്ട്, നമ്മളുടെ ആപ്പിലുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ എന്ത് ചെയ്യും, ഡീറ്റെയിൽഡ് ക്ലാസ് ലഭിക്കുന്നതാണ്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ഡൗട്ടും ഇല്ല എന്ന് വിചാരിക്കുന്നു. അതുപോലെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവുന്നതാണ്. സോ ഓക്കെ, ഡൗട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ എഴുതാം, നമ്മൾ ഡൗട്ട് തീർത്ത് തരുന്നതാണ്. ഓക്കെ, താങ്ക് യു ഓൾ.